സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നിന്നും എങ്ങനെ പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. നോക്കൂ, നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ദേ പ്ലേ ഫുട്ബോൾ എന്നുള്ള ഒരു സെൻറ്റൻസിൽ നിന്ന്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിൽ നിന്ന് എങ്ങനെയാണ് നെഗറ്റീവ് ടെൻസ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചില്ലേ. എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. അങ്ങനെ ആ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നതിന് നമ്മൾ ആദ്യം ചെയ്ത രീതി എന്താണ്? ആ V1 ദേ എന്നുള്ള സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് അതിൻ്റെ V1 ആണ് വരിക എന്ന് പറഞ്ഞില്ലേ. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ V1 ആണ് വരിക. V1ൻ്റെ ഉള്ളിൽ ഏതാണ് ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാകുക? ഡു എന്ന ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാകുക. അങ്ങനെ നോക്കുമ്പോൾ ദേ ഡു പ്ലേ ഫുട്ബോൾ എന്ന് നമ്മൾ എഴുതില്ലേ. ദേ ഡു പ്ലേ ഫുട്ബോൾ എന്നാക്കി മാറ്റി നമ്മൾ ദേ പ്ലേ ഫുട്ബോൾ എന്നുള്ളതിനെ ദേ ഡു പ്ലേ ഫുട്ബോൾ എന്നാക്കി മാറ്റി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഡൂവിൻ്റെ അപ്പുറത്ത് നോട്ട് ചേർത്തിട്ട് ദേ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ എന്നാക്കി മാറ്റി. ഒന്നുകൂടി ഷോർട്ടാക്കിയിട്ട് ദേ ഡോണ്ട് പ്ലേ ഫുട്ബോൾ എന്നാക്കി മാറ്റി. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കി എന്നുള്ളതാണ് അല്ലേ. ദേ ഡോണ്ട് പ്ലേ ഫുട്ബോൾ എന്നാണ്. ദേ പ്ലേ ഫുട്ബോൾ എന്നുള്ളതിൻ്റെ നെഗറ്റീവ് ഫോം ഏതാണ്? ദേ ഡോണ്ട് പ്ലേ ഫുട്ബോൾ എന്നുള്ളതാണ്. ഇനി നോക്കൂ അടുത്ത ലൈന്. ഇവിടെ എന്താണ് സംഭവിച്ചത്? V1 നിന്ന് ഹെൽപ്പിംഗ് വെർബിനെ പിരിച്ചെഴുതിയിട്ടുള്ള ആ ലൈൻ ഉണ്ടല്ലോ, ദേ ഡു പ്ലേ ഫുട്ബോൾ എന്നുള്ള ആ ലൈനിൽ നിന്ന് ആ ഡൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്ജക്റ്റിൻ്റെയും അപ്പുറത്തേക്ക് സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ ഡു ദേ പ്ലേ ഫുട്ബോൾ എന്നായി മാറി. എന്താ അതിൻ്റെ അർത്ഥം? ഡു ദേ പ്ലേ ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിക്കുകയാണോ, അവർ ഫുട്ബോൾ കളിക്കുകയാണോ എന്നുള്ള അർത്ഥം വന്നു. ഡു ദേ പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവർ ഫുട്ബോൾ കളിക്കുകയാണോ എന്നുള്ളതാണ്. ഇപ്പം എന്താ നമ്മൾ ചെയ്തത്? ഹെൽപ്പിംഗ് വെർബിനെ പിരിച്ചെഴുതിയിട്ടുള്ള ആ ഒരു ഹെൽപ്പിംഗ് വെർബിനെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഡു ദേ പ്ലേ ഫുട്ബോൾ എന്നായി മാറി. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്? ഡൂവിനെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്ന് ഡു ദേ പ്ലേ ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിക്കുകയാണ്. ഇനി അടുത്ത് നോക്കൂ, ഹീ പ്ലേസ് ഫുട്ബോൾ എന്നുള്ളതിൽ നിന്ന് എങ്ങനെയാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഇതേപോലെ തന്നെയാണ്. ആ പ്ലേസിൽ നിന്ന് ഡസ്സിനെ നമ്മൾ പിരിച്ചെഴുതിയിട്ട് ഹീ ഡസ് പ്ലേ ഫുട്ബോൾ എന്നാക്കി മാറ്റി അല്ലേ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആ ഡസ്സിനെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക. സബ്ജക്റ്റിൻ്റെയും അപ്പുറത്തേക്ക് സെൻറ്റൻസിൻ്റെ ആദ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡസ് ഹീ പ്ലേ ഫുട്ബോൾ എന്നായി മാറി. ഡസ് ഹീ പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ ഫുട്ബോൾ കളിക്കുകയാണോ? അപ്പോൾ ഹീ പ്ലേസ് ഫുട്ബോൾ എന്നുള്ളത് അവൻ ഫുട്ബോൾ കളിക്കുന്നു. ഹി ഡസൻറ്റ് പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാലോ അവൻ ഫുട്ബോൾ കളിക്കുന്നില്ല. ഡസ് ഹീ പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാലോ അവൻ ഫുട്ബോൾ കളിക്കുകയാണോ എന്നുള്ളൊരു പോസിറ്റീവ് ക്വസ്റ്റ്യനായിട്ട് മാറി. അപ്പോൾ എങ്ങനെയാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. എങ്ങനെയാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ദേ കുക്ക് ബിരിയാണി എന്നുള്ള ഈ ഒരു സെൻറ്റൻസ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ കുക്ക് എന്ന V1 നിന്ന് ഡു എന്ന ഹെൽപ്പിംഗ് വെർബിനെ പിരിച്ചെഴുതുക. ദേ ഡു കുക്ക് ബിരിയാണി എന്നാക്കി മാറ്റുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ ഡൂവിനെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക. ഡു ദേ കുക്ക് ബിരിയാണി, അവർ ബിരിയാണി പാചകം ചെയ്യുകയാണോ എന്നുള്ളതായി. ദേ കുക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ അവർ ബിരിയാണി പാചകം ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഡു ദേ കുക്ക് ബിരിയാണി എന്ന് പറഞ്ഞാലോ അവർ ബിരിയാണി പാചകം ചെയ്യുകയാണോ, ബിരിയാണി പാചകം ചെയ്യുകയാണോ എന്നുള്ളൊരു പോസിറ്റീവ് ക്വസ്റ്റ്യനാണ് വന്നത്. ഇനി അടുത്ത് നോക്കും, ഷീ കുക്സ് ബിരിയാണി എന്ന് പറഞ്ഞാൽ അവൾ ബിരിയാണി പാചകം ചെയ്യുന്നു അല്ലേ. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് കുക്സ് എന്നാണ് വന്നത്. വെർബിൻ്റെ എസ് ഫോമാണ് വന്നത്. എസ് ഫോമിൽ ഏത് ഹെൽപ്പിംഗ് വെർബാണ് ഉണ്ടാകുക? ഡസ് അല്ലേ. അപ്പോൾ ഷീ ഡസ് കുക്ക് ബിരിയാണി എന്ന് നമ്മൾ എഴുതി രണ്ടാമത്തെ ലൈനിൽ. എന്നിട്ട് എന്താ ചെയ്തത്? ആ ഡസ്സിനെ സബ്ജക്റ്റിൻ്റെയും അപ്പുറത്തോട്ട് അഥവാ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി? ഡസ് ഷീ കുക്ക് ബിരിയാണി, അവൾ ബിരിയാണി പാചകം ചെയ്യുകയാണോ എന്നായി മാറി. എന്താ സംഭവിച്ചത്? ആദ്യം നമ്മൾ ആ ഷീ കുക്സ് ബിരിയാണി എന്നുള്ളതിൽ നിന്ന് ആ കുക്സ് എന്ന വെർബിൻ്റെ എസ് ഫോം ആയതുകൊണ്ട് തന്നെ ഡസ് എന്ന ഹെൽപ്പിംഗ് വെർബാണ് ഉണ്ടാകുക. അതിനെ നമ്മൾ പിരിച്ചെഴുതി. അപ്പോൾ ഷീ ഡസ് കുക്ക് ബിരിയാണി എന്ന് എഴുതിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ ഡസ്സിനെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് സബ്ജക്റ്റിൻ്റെയും അപ്പുറത്തേട്ട് കൊണ്ടുവരുമ്പോൾ ഡസ് ഷീ കുക്ക് ബിരിയാണി എന്നായി മാറി. അഥവാ അവൾ ബിരിയാണി പാചകം ചെയ്യുകയാണോ എന്നുള്ളതായി മാറി. അപ്പം എങ്ങനെയാണ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നിന്ന് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലായി അല്ലേ. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ 6 തരത്തിലുള്ള സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഫസ്റ്റത്തേതാണ് ദേ പ്ലേ ഫുട്ബോൾ, അഥവാ
സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ V1 വരും എന്ന് പറഞ്ഞു, വെർബിൻ്റെ ബേസ് ഫോം വരും എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ദേ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് പ്ലേ എന്ന V1 ആണ് വന്നത്. അങ്ങനെ ദേ പ്ലേ ഫുട്ബോൾ എന്നുള്ളൊരു സെൻറ്റൻസ് നമ്മൾ പഠിച്ചു, അഥവാ അവർ ഫുട്ബോൾ കളിക്കുന്നു എന്നുള്ളത്. രണ്ടാമത് നമ്മൾ പഠിച്ചതാണ് ദേ ഡോണ്ട് പ്ലേ ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിക്കുന്നില്ല എന്നാണ്. അവർ ഫുട്ബോൾ കളിക്കുന്നു എന്നാണ് ദേ പ്ലേ ഫുട്ബോളിൻ്റെ അർത്ഥം. അതിൻ്റെ നേരെ നെഗറ്റീവ് എന്താണ്? ദേ ഡോണ്ട് പ്ലേ ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിക്കുന്നില്ല. പിന്നെ നമ്മൾ ഏതാ പഠിച്ചത്? ഏത് തരത്തിലുള്ള സെൻറ്റൻസാണ് പഠിച്ചത്? ഡൂനെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നിട്ട് ഡൂ ദേ പ്ലേ ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിക്കുകയാണോ എന്നുള്ള പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും പഠിച്ചു. ദേ പ്ലേ ഫുട്ബോൾ, ദേ ഡോണ്ട് പ്ലേ ഫുട്ബോൾ, ഡൂ ദേ പ്ലേ ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിക്കുകയാണോ. പിന്നീട് നമ്മൾ പഠിച്ചൊരു സെൻറ്റൻസ് എന്നറിയപ്പെടുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എസ് ഫോം ചെയ്ത എന്നുള്ളതാണ് അല്ലേ. ഹീ പ്ലേസ് ഫുട്ബോൾ. നാലാമത്തെ ടൈപ്പ് ഏതാണ്? ഹീ പ്ലേസ് ഫുട്ബോൾ, അഥവാ സബ്ജക്റ്റ് പ്ലസ് എസ് ഫോം പ്ലസ് സബ്ജക്റ്റ്, അഥവാ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എസ് ഫോം എന്നുള്ളത്. പിന്നീട് അതിൻ്റെ നേരെ നെഗറ്റീവ് എന്താണ്? ഹീ ഡസൻ പ്ലേ ഫുട്ബോൾ, അതാണ് അഞ്ചാമത്തെ ടൈപ്പ് നമ്മൾ പഠിച്ചത്. ആറാമത്തതോ ആ ഡസ്സിനെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നിട്ട് ഡസ് ഹീ പ്ലേ ഫുട്ബോൾ, ഡസ് ഹീ പ്ലേ ഫുട്ബോൾ, അവന് ഫുട്ബോൾ കളിക്കുകയാണോ. ഇങ്ങനെ 6 തരത്തിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ.